ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഫുട്ബോൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഈ ഫുട്ബോളിൽ പുതിയതായിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഇനി മലയാളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഈ ഫുട്ബോൾ റിലേറ്റഡും അതുപോലെ തന്നെ പ്ലസ് ഗെയിമിംഗ് റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. സോ അപ്പോൾ എന്തായാലും ഗെയിം റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ പുതിയ ഗെയിമുകളുടെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ച് കൂടെ കൂടിക്കോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് അധികം വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു ചാനലിൽ ഇൻട്രോ പോലെ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. സോ അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ ഫുട്ബോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കാർണിവൽ ഈ ഫുട്ബോൾ കോയിൻ സെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല വിലയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കോയിൻ കിട്ടുന്നതായിരിക്കും. 89 രൂപയ്ക്ക് 260 കോയിൻസും അങ്ങനെ കോയിൻസ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് കാർണിവൽ ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. സോ ഇതിൽ മെയിനായിട്ട് 500 ക്ലബ് കോയിൻ നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ 500 ക്ലബ് കോയിൻസ് അത്യാവശ്യം നല്ലൊരു കോയിൻസ് തന്നെയുണ്ട്. സോ അതെന്തായാലും അടിപൊളിയായി. അതുപോലെ തന്നെ സ്പെഷ്യൽ ലോഗിൻ പ്രസൻ്റ് ആയിട്ട് നമ്മുടെ ഇൻ ഗെയിമിൽ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാർണിവലിൻ്റെ. ഇനി നമുക്ക് നേരെ കോൺട്രാക്റ്റ്, അതായത് പാക്കുകളുടെ കാര്യത്തിലോട്ട് പോകാം. ഈ ഒരു പാക്കുകളുടെ കാര്യം ഞാൻ ഇപ്പോഴാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്മറാണ്. സോ അങ്ങനെ നെയ്മർ പുതിയൊരു കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആദ്യം തന്നെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. സോ ഇതിൽ നമുക്ക് നെയ്മർ, അതുപോലെ തന്നെ യമാൽ, പിന്നെ നമ്മുടെ കുബോ എന്നിങ്ങനെ 3 പ്ലെയേഴ്സിനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെയ്മറിൻ്റെ ലെഫ്റ്റ് വിങ് ഫോർവേഡ് അത്യാവശ്യം നല്ല റേറ്റിംഗ് വരുന്ന കാർഡാണ്. പിന്നെ നമ്മുടെ യമാലിൻ്റെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ എന്തായാലും 2 കാർഡും അടിപൊളി തന്നെയാണ്. മൂന്നാമത്തെ കാർഡ് ബോറാണെന്നല്ല പറയുന്നത്, കുഴപ്പമില്ല. ഈ ഒരു 2 കാർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം താഴെ തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല. സോ ഇതോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ആക്സലറേഷൻ ബ്രസ്റ്റ് എന്നാണ് ഒരു ചാൻസ് ഡീലും കാര്യങ്ങളും അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ ബയൺ ലെവർകൂസൻ്റെ ഒരു ഫ്രീ ചാൻസ് ഡീലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ഈ ഒരു പാക്ക് ഓപ്പണിംഗ് ഒന്ന് നടത്തി നോക്കാം. ജസ്റ്റ് ഒരു ചാൻസ് ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേഗം തന്നെ. സോ കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല, നമുക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ് നമ്മൾ. എടാ ഇത് എപ്പിക്കാണോ ഗൈസ്? അല്ല, എപ്പിക്കിൻ്റെ ഒക്കെ ഈ ഒരു ആനിമേഷൻ കണ്ടിട്ട് തന്നെ കുറേ കാലങ്ങളായി. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എന്തായാലും അത് അടിപൊളിയായി. ഇനി നമുക്ക് ബയൺ ലെവർകൂസൻ്റെ അത് നോർമൽ ഒരു ഹൈലൈറ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതിൽ നമുക്കൊന്നും കാണാനുമില്ല. സോ റൈറ്റ് ബാക്ക് ഏതോ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. സോ പിന്നെ POT പാക്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആൻ്റണിയുടെയും അതുപോലെ തന്നെ അലൻ്റെ ഒക്കെ പുതിയ കാർഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അല്ലെങ്കിൽ എല്ലാവരും എയിം ചെയ്യുന്നൊരു പ്ലെയർ അങ്ങനെ ആരും ഇല്ല അതിൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. സോ ഗൈസ്, അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു പാക്കുകളും കാര്യങ്ങളും വന്നിരിക്കുന്നത്. പിന്നെ ഇവൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഇവൻറ്റ്സും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട്. സോ പിന്നെ നമ്മുടെ റമദാൻ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ ഇന്ന് കുറച്ച് നമുക്ക് അത്യാവശ്യം റിവാർഡ്സും കാര്യങ്ങളും ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് ഈ ഒരു ഓഫ്ലൈൻ ഇവൻറ്റ്സ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ മിഷൻസിൽ ഒബ്ജക്റ്റീവ്സിലാണ് നോക്കേണ്ടത്. സോ ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ഇവൻറ്റും കാര്യങ്ങളും കളിച്ച് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ പൊതുവെ എങ്ങനെയാണ് കളിക്കാറ്. സോ നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫുട്ബോളിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും പറയുന്ന വീഡിയോസും കാര്യങ്ങളും ഉണ്ടാകും. പുതിയ ഗെയിമുകളുടെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാകും. സോ അപ്പോൾ എന്തായാലും
നമ്മുടെ ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്.